ഗുരു ശൈവമല്ല, വൈഷ്ണവമല്ല, പരാശക്തിയുമല്ല, അഥവാ മൂർത്തിഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. കുഞ്ഞേ, ഇങ്ങ് വരൂ. മടിക്കണ്ട, ഇങ്ങ് വരൂ. ഇങ്ങ് അടുത്ത് വരൂ. എന്താ മകളുടെ പേര്? അത് ഭയപ്പെടണ്ട, പറഞ്ഞോളൂ. മാല. നാം ധ്യാനനിരതനായിരുന്നപ്പോൾ കാന്തമലയിലും മാല വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു? ദൈവത്തിനെ കാണാൻ. ഞാൻ ഇന്നും അവിടെ പോയിരുന്നു, പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല. അതുകൊണ്ടാ ഇവിടെ വന്നത്. ഏത് ദൈവത്തെ? ഈ ദൈവത്തെ. ഞാനോ? ദൈവമോ? എന്റെ ഊരിലും ദൈവമുണ്ട്, പക്ഷെ ഒന്നും മുഴിയൂല. കല്ല. കല്ലിലും പുല്ലിലും പൂവിലും എന്നിലും നിന്നിലും. എന്തിന്? ഈ പ്രപഞ്ചമാകെയും ദൈവമുണ്ട്. മാലയിലും ദൈവമുണ്ട്. നമ്മളത് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇതാ, കഴിച്ചു. അപ്പൻ വഴക്കുറയും. മാലയുടെ വീട് എവിടെയാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? അങ്ങ് താഴെ അടിവാരത്ത്. കുടിയില് അപ്പനും അമ്മയും വല്യപ്പനും ഉണ്ട്. വല്യപ്പനൂരിലെ മൂപ്പനാണ്. മാലയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ആരും ഒന്നും പറയില്ല. ഊര് തണ്ടി നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? വായിക്കോട്ട്. അരുത്, ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. വായിക്കോട്ട്, വാ. നിന്നോട് പറഞ്ഞതല്ലേ അവിടെ പോകരുതെന്ന്. പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പോണത്? വായിക്കോട്ട്, നടക്ക്. പറഞ്ഞാലും കേൾക്കത്തില്ല. വാ. നിന്റെ കാര്യം. വായിക്കോട്ട്, നടക്ക്. വാ. ഇങ്ങോട്ട് വാടി. ഇവിടെ കിടന്നോണം. ഇനി ഏൻ പറയാതെ ഈ കുടിന്ന് പുറത്തിറങ്ങരുത്, കേട്ടാ? എന്താ നിങ്ങൾ എന്തിനാ ജന്നി വന്നവരെ പോലെ വിറയ്ക്കുന്നത്? തല്ല് കൊള്ളേണ്ടത് നിനക്കും കൂടിയാ. ഈ പെണ്ണിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയന്. നീ കാര്യം പറ ചെമ്പാ. കാര്യോ? എവളെ ദേഹത്ത് വായിച്ചിരിക്കണത് പേയും പിശായൊന്നുമല്ല, ആ കുന്നുമോളെ ശാമിയാ. എവളിപ്പോ ഏത് നേരം അവിടെയാ. എന്റെ മുത്തി, ഏനെന്താ ഈ കേക്കണത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞേക്കണ് അവിടെ പോവല്ലേ പോവല്ലേ എന്ന്. അത് പറഞ്ഞാ കേക്കോ? കണ്ണ് തെറ്റിയ അപ്പ കുന്നിന്റെ മോളിലാ. എടി പോവോ? പോവോന്ന്. നീ അടങ്ങിയമ്പാ. അവളെ തല്ലല്ലേ, പെൺകുട്ടികളാണ്. അവരെ മേലെ കൈ വെക്കരുത്. പിന്നെ ഞാൻ എന്തോ വേണം? ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. നമ്മളെ ശീലങ്ങളൊന്നും നോക്ക് പിടിക്കത്തില്ല. നമ്മൾ കഴിക്കണമെന്ന് നോക്ക് കഴിക്കാൻ വയ്യ.
ഒക്കെ ചീത്തയാണെന്നാ പറയണേ. അപ്പ ഇങ്ങനെ പറയണത് നേരാണ്. മായകള്, മന്ത്രങ്ങള്, മനുഷ്യനെ പിടിക്കാനുള്ള സൂത്രങ്ങള് തിന്നാനും കുടിക്കാനും തന്ന് അവര് നമ്മളെ വശത്താക്കും. പിന്നെ ഓരോരുത്തരെ ആയിട്ട് അവരെ ദൈവങ്ങൾക്ക് കുരുതി കൊടുക്കും. ഒടുക്ക് നമ്മളെ കുലം മുടിയും, കാട് അവരെ സ്വന്തമാക്കും. അതുകൊണ്ട് മോളിനി അവിടെ പോവരുത്. അവരെ ഒന്നും വാങ്ങി തിന്നരുത്. പറയണ കേട്ടാ? നീ പറയണ കേട്ടാ? കേട്ടാന്ന്? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്റെ പൊന്നു മോളല്ലേ, അങ്ങനെയൊന്നും ചെയ്തൂടാ. അതുകൊണ്ടല്ലേ അപ്പനും വല്യപ്പനും അങ്ങനെ പറയണേ. മോക്കും നമ്മുടെ കുലത്തിനും നല്ലത് കിട്ടാൻ വേണ്ടിയല്ലേ. മോളിനി കുന്നിന്റെ മോളില് സാമീനെ കാണാൻ പോണ്ടേട്ടാ. ഏം പോകും, ഇനിയും പോകും. ഏന്ന് ദൈവത്തെ കാണണം. ഓം എന്ന അക്ഷരം തന്നെയാണ് പരമമായ ബ്രഹ്മം. ഓം എന്ന അക്ഷരത്തെ തന്നെ അറിഞ്ഞ് ബ്രഹ്മമായി ഉപാസിക്കുന്ന ഒരുവൻ എന്തിച്ഛിക്കുന്നുവോ അത് സിദ്ധിക്കും. ഓംകാര ഉപാസനയിലൂടെ സർവ്വതും സാധിക്കും. സഗുണവും നിർഗുണവുമായ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് പ്രണവമന്ത്രമായ ഓം. പ്രകർഷേണ നവമായത് പ്രണവം. അതാണ് ഓംകാരം. സഗുണബ്രഹ്മമായി ഉപാസിക്കുന്നവർക്ക് ഈശ്വരപ്രാപ്തിയും നിർഗുണമായി ഉപാസിക്കുന്നവർക്ക് ബ്രഹ്മജ്ഞാനവും ലഭിക്കും. ഓമിതി ബ്രഹ്മ ഓമിതിദം സർവം ഓമിത്യോ തദന കൃതി ഹസ്മവ. ഇനി എല്ലാവരും പോയി സ്നാനം കഴിഞ്ഞ് സന്ധ്യാവന്ദനത്തിനായി വന്നോളൂ. മാല, ഇവിടെ വരൂ. ഈ ജപമാല എപ്പോഴും മാലയുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ രുദ്രാക്ഷത്തിലെ മണികൾ ദിവസവും 108 പ്രാവശ്യം എണ്ണി ഓംകാര മന്ത്രം ഉരുക്കഴിക്കണം. ഓം നമോ നാരായണായ, 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 ഓം നമോ ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം
മാലേ, ഇഷ്ടദേവനോടുള്ള നിന്റെ ഭക്തിയുടെ ആഴം ആ സ്വരത്തിലും ഭാവത്തിലും അർപ്പണ മനസ്സിലും തിരിച്ചറിയുന്നു നാം. നിഷ്ഠയോടെയുള്ള ജപം അത് ഏത് കഷ്ടതകളിൽ നിന്നും നമ്മെ കരകയറ്റും. ഭഗവാനോടുള്ള ഭക്തി കൈവിടാതെ സൂക്ഷിക്കുക. അത് നാൾക്ക് നാൾ നന്മ തന്നെ പ്രദാനം ചെയ്യും. ഗുരു, എല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്റെ ചിന്തകളെ സാത്വികതയുടെ നേർധാരയിലേക്ക് നയിച്ചത് അവിടുന്നാണ്. അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ആണ്ടുപോകുമായിരുന്ന എന്റെ ജീവിതത്തിൽ ഭഗവത് ജ്ഞാനത്തിന്റെ വെളിച്ചം കാട്ടിത്തന്നത് അങ്ങാണ്. ഈയുള്ളവരുടെ ശിഷ്ടജീവിതവും ഇനി അങ്ങയുടെ ശിഷ്യയായി തന്നെ തുടരണമെന്നതാണ് ഈയുള്ളവളുടെ ഇംഗിതം. മകളെ മാലേ, നിന്റെ ജന്മത്തിൽ ഒരു മാർഗദർശിയാവുക എന്നത് നമ്മിൽ നിയോഗിക്കപ്പെട്ട ഒരു ദൈവഹിതം മാത്രം. എന്തിനും ഏതിനും ഒരു കാരണം വേണമല്ലോ. ഗുരു, എനിക്ക് കുടിലേക്ക് മടങ്ങിപ്പോവാൻ മനസ്സ് വരുന്നില്ല. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളും പ്രാർത്ഥനകളും അനുനിമിഷം എന്നെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നു. പക്ഷേ എന്റെ കുലവും കൂട്ടരും നിരന്തരം എന്നെ ഈ ചിന്തയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആര് പിന്തിരിപ്പിച്ചാലും ഈശ്വര നിശ്ചയം എന്താണോ അത് തന്നെ നടക്കും. അതുകൊണ്ട് മാല, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. എന്തേ എല്ലാരെയും നാം ഇറങ്ങിപ്പോയാ?
പഞ്ചമി തെളിയാൻ ഇനി നാളുകൾ മാത്രം. അന്ന് മാലയുടെ കെട്ടുകല്യാണം. മലദൈവങ്ങളെ സാക്ഷിയാക്കി ഈ തേവൻ മാലയുടെ കഴുത്തിൽ മിന്നുകെട്ടും. മഴവെള്ളത്തേക്കാൾ ശുദ്ധമായ ജലമില്ല, ആത്മവീര്യത്തേക്കാൾ വലിയ ബലവുമില്ല. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം. പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം. പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ